ശ്രീധരൻ കട്ട് ചെയ്തു, സ്വർണം കട്ട് ചെയ്തു, രജിസ്റ്റർ മാരേജ്, എല്ലാ പരിപാടികളും പിന്നെ വളരെ അടുത്തുള്ള ആൾക്കാരെ വച്ച് മാത്രമാണ് നമ്മൾ റിസപ്ഷൻ നടത്തിക്കുന്നത്. അതൊന്നും അവർക്ക് ആർക്കും ഓക്കെ അല്ല. ഇവരെല്ലാത്തിനും വഴങ്ങി. അപ്പം ഞങ്ങൾ ഞെട്ടിപ്പോയി. ആക്ച്വലി ഇവർ വഴങ്ങി തരും നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ അവസാനം അഞ്ജലിയുടെ അമ്മ ഒരു റിക്വസ്റ്റ് പറഞ്ഞു, എടാ എൻ്റെ ഒരു ബിലീഫ് സിസ്റ്റം അനുസരിച്ച് എടാ ഒരു താലി കെട്ടണം, നിങ്ങൾ ചെയ്തു തരാമെന്ന് വെച്ചു. അപ്പം നമ്മൾ നോക്കുമ്പം നമ്മൾ ഇതിനെയൊക്കെ റിബലായിട്ട് നേരിടുന്നുണ്ടെങ്കിലും നമ്മൾ ആരുടെയും സന്തോഷങ്ങളെയും ദുഃഖത്തില് വിലങ്ങുതടി ആവരുത് എന്നുള്ളൊരു വലിയ താലി കെട്ടുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സന്തോഷത്തിന് അവരിങ്ങനെ നിൽക്കുമ്പോഴത്തേനും നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് ഇത്. അപ്പൊ പുള്ളിക്കാർ പറഞ്ഞാൽ നിങ്ങൾ അമ്പലത്തിൽ ഒന്ന് വെച്ച് താലി കെട്ടണ്ട, നിങ്ങളൊന്ന് താലി കെട്ടുക എന്നുള്ളൊരു ഇത് തരാമെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അമ്പലത്തിൽ ഒന്ന് വേണം താലി കെട്ടണം, ഞാൻ താലി കിട്ടാം അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതിനൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. കാരണം നമ്മളിത് ചെയ്യില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഇതെന്തോ അയിത്തമായത് കൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ല. നമ്മളൊരു സാധനം ഫോർവേഡ് ചെയ്യുമ്പം അത് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്താ തീർച്ചയായും ചെയ്യാം. അപ്പോൾ അവിടെ പറഞ്ഞാൽ അമ്പലത്തിലൊന്നും വേണ്ട, താലി എങ്ങനെ കെട്ടുക. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അമ്മയ്ക്ക് പുള്ളിക്കാരി ജാതകമൊക്കെ നോക്കുന്ന ആളാണ്, അത് ഞങ്ങൾക്ക് വേണ്ടി ജാതകം നോക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ച് കഴിഞ്ഞാൽ അതല്ല അൾട്ടിമേറ്റ് ജാതകം, അതുകൊണ്ട് അമ്മ ജാതകം നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നോക്കാതിരിക്കുക കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പിന്നെ പുള്ളിക്കാരി അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മോശക്കേട്. കാരണം നമ്മൾ ഇത്രയും ഇത് ചെയ്യുന്നതിൽ ഒരു വാല്യൂ ഇല്ലാതെ ഇപ്പോൾ. അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങളെന്നാൽ അമ്മ പോയി സമയം എടുത്തോളാം പറഞ്ഞ് അങ്ങനെ അമ്മ പോയി താലി കെട്ടുന്നതിന് സമയമൊക്കെ എടുത്ത് അതുകൊണ്ട് പറഞ്ഞ് സൂര്യാസ്തമയത്തിന് മുമ്പ് എപ്പോഴെങ്കിലും കെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ റിസപ്ഷൻ നടക്കുന്ന റിസോർട്ട് ഉണ്ടായിരുന്നു. റിസോർട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഗണപതിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം അവിടെയുള്ള എല്ലാവരും അവിടെ ഇവിടെയൊക്കെ വിളിച്ച് നിർത്തി എല്ലാവരും കൂടെ കൈയടിച്ചങ്ങ് വിളക്കൊന്നുമില്ല, ഒരു പരിപാടിയില്ല. ഞാനിങ്ങനെ അനൗൺസ് ചെയ്യാറുണ്ട്, ഇന്ന് താലി കെട്ടിയില്ല ഗൈസ്, നിങ്ങളൊക്കെയാണ് താലി കെട്ടാൻ കാണുന്നത്. എന്നാൽ അവിടെ വെച്ച് അങ്ങനെ കെട്ടി അങ്ങനെ